എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 16 ശ്ലോകം 33, 34, 35, 36, 37, 38 6 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഈ 6 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 16-ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. വിശ്വാമിത്രൻ പറഞ്ഞു, ഞാൻ മകനായിട്ട് അംഗീകരിച്ചിരിക്കണം ഈ ശൂരശേഖനെ. 100 പുത്രന്മാരുണ്ടല്ലോ, അവരോട് പറഞ്ഞു, നിങ്ങളുടെ മൂത്ത ജ്യേഷ്ഠനായിട്ട് ശൂരശേഖനെ അംഗീകരിക്കണം. നിങ്ങളുടെ ജ്യേഷ്ഠനാണത്, എൻ്റെ മകൻ തന്നെയാണ്. ആദ്യത്തെ മൂത്ത പുത്രന്മാരായിട്ടുള്ള മധുച്ഛന്ദസ്സുകൾ 50 പേര് അവരത് സമ്മതിച്ചില്ല, അംഗീകരിച്ചില്ല. അപ്പൊ മഹർഷി അവരെ ശപിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ ഗംഗണപതയേ നമഃ സരസ്വത്യേ നമഃ ഗുരുഭ്യോ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 33. യേ മധുച്ഛന്ദസോ ജ്യേഷ്ഠാ കുശലം മേനിരേ നദത് അശപത്താൻ മുനി ക്രുദ്ധോ മ്ലേച്ഛാഭവത ദുർജനാഹ. മധുച്ഛന്ദസ യേ ജ്യേഷ്ഠാഹ. മധുച്ഛന്ദസ്സുകൾ എന്നു പേരോടുകൂടിയവരിൽ ജ്യേഷ്ഠന്മാർ. തത് അതിനെ. കുശലം നമേനിരെ. കുശലമെന്ന് വിചാരിച്ചില്ല. ക്രുദ്ധാ മുനി. കോപിച്ച മുനി. ദുർജനാഹ. ദുർജനങ്ങളെ. മ്ലേച്ഛാഭവത. മ്ലേച്ഛന്മാരായി ഭവിക്കുവിനെന്ന് താൻ ആശപത്. അവരെ ശപിച്ചു. ഈ ശുനശേപനെ ജ്യേഷ്ഠനായിട്ട് നിശ്ചയിക്കണം എന്ന് വിശ്വാമിത്രൻ കൽപ്പിച്ചത് ആ മധുച്ഛന്ദസ്സുകൾ എന്ന് പേരായവര് ജ്യേഷ്ഠന്മാരായിട്ടുള്ള ആ 49 പുത്രന്മാര് അവര് അംഗീകരിച്ചില്ല. അവർക്ക് അത് ശരിയാണെന്ന് തോന്നിയില്ല. അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു അവര്. കോപിച്ച വിശ്വാമിത്രൻ, പിതൃകൽപ്പനയെ ഉല്ലംഘിച്ച ദുർജനങ്ങളായ നിങ്ങൾ മ്ലേച്ഛന്മാരായി ഭവിക്കട്ടെ എന്നാണ് അവരെ ശപിച്ചു. 49 പേരെന്ന് പറഞ്ഞു, പിന്നെ 50 പേരെന്ന് പറയുന്നുണ്ട്. അപ്പൊ ജ്യേഷ്ഠന്മാരായിട്ടുള്ള 50 പേര്, പകുതി പേര് അംഗീകരിച്ചില്ല. സഹോവാച മധുച്ഛന്ദാഃ സാർദ്ധം 50 തഥാ എന്നോ ഭവാൻ സംജാനീതേ തസ്മിൻ തിഷ്ഠാമഹേ വയം. തഥാ അനന്തരം മധുച്ഛന്ദാഃ സ. മധുച്ഛന്ദസ്സായ അവൻ 50 സാർദ്ധം 50 പേരോടുകൂടി ഉവാച പറഞ്ഞു. മധുച്ഛന്ദാ സ. മധുച്ഛന്ദസ്സായ അദ്ദേഹം 50 സാർദ്ധം 50 പേരോടുകൂടി ഉവാച പറഞ്ഞു. ഭവാൻ അങ്ങ് ന ഞങ്ങളോട് യത് സംജാനീതേ യാതൊന്നിനെ ആജ്ഞാപിക്കുന്നുവോ തസ്മിൻ അതിൽ വയം തിഷ്ഠാമഹേ ഞങ്ങളിരിക്കാം. മധ്യമനായ മധുച്ഛന്ദസ് കനിഷ്ഠന്മാരായ 50 പേരോടുകൂടി, അനിയന്മാരായിട്ടുള്ള 50 പേരോടുകൂടി യോജിച്ചു. അവര് സമ്മതിച്ചു. അച്ഛനോട് പറഞ്ഞു, പിതാവേ, അങ്ങ് ഞങ്ങളോട് യാതൊന്ന് കൽപ്പിക്കുന്നതോ അത് തന്നെ ഞങ്ങൾ അംഗീകരിക്കും. അച്ഛൻ എന്താ കൽപ്പിക്കണമെന്ന് വെച്ചാൽ അത് ഞങ്ങൾ അനുസരിച്ചോളാം. ഞങ്ങൾ ജ്യേഷ്ഠനായിട്ട് കണക്കാക്കാം എന്ന് പറഞ്ഞു. ജ്യേഷ്ഠം മന്ത്രദൃശം ചക്രു ത്വാം അന്വഞ്ചോ വയം സ്മഹി വിശ്വാമിത്രസുതാനാഃ വീരവന്തോ ഭവിഷ്യഥാ യേ മാനം മേ അനുഗൃഹ്ണന്തോ വീരവന്തമകർത്തമാം. മന്ത്രദൃശം. മന്ത്രദൃഷ്ടാവായ അദ്ദേഹത്തെ ജ്യേഷ്ഠം ചക്രു ജ്യേഷ്ഠനായിട്ട് നിശ്ചയിച്ചു. താം അങ്ങയെ വയം ഞങ്ങൾ അന്വഞ്ചസ്മഹി അനുഗമിക്കുന്നവരാകുന്നു നിശ്ചയം. മേ മാനം അനുഗൃഹ്ണന്തഃ യേ എനിക്ക് മാനത്തെ ആഗ്രഹിക്കുന്നവരായ യാതൊരുത്തർ മാം വീരവന്തം അകർത്ത എന്നെ വീരനായിട്ട് ചെയ്തുവോ യൂയം ആ നിങ്ങൾ വീരവന്ത വീരപുത്രന്മാരുള്ളവരായിട്ട് ഭവിഷ്യത ഭവിക്കുവിൻ. വിശ്വാമിത്ര സുതാൻ ആഹ. വിശ്വാമിത്രൻ പുത്രന്മാരോട് പറഞ്ഞു. അവര് ആ മന്ത്രദൃഷ്ടാവായ ശുനശേഖനെ ജ്യേഷ്ഠസ്ഥാനത്തിൽ വെച്ചു. ഞങ്ങളുടെ ജ്യേഷ്ഠനാണ്, ഞങ്ങള് അങ്ങയെ അനുസരിക്കുന്നവരാണ് ജ്യേഷ്ഠ എന്ന് പറഞ്ഞു. അപ്പൊ വിശ്വാമിത്രൻ പറഞ്ഞു, എന്റെ യശസ്സിനെ ഉയർത്തിയില്ലേ നിങ്ങള്? അങ്ങനെയുള്ള നിങ്ങൾ വീരപുത്രന്മാരാണ്. അതുകൊണ്ട് ഈ വീരപുത്രന്മാരുടെ പിതാവ് എന്നുള്ള നിലയ്ക്ക് ഒരു യശസ് എനിക്കിപ്പോ ഉണ്ടായി. അപ്പൊ നിങ്ങള് വീരപുത്രന്മാരുൾ ആയിട്ട് തന്നെ ഭവിക്കും. നിങ്ങളെല്ലാവരും അനുഗ്രഹിച്ചു അവര്, മറ്റവരെ ശപിച്ചു. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ പ്രവൃത്തി കൊണ്ട് എനിക്കാണ് യശസ് ഉണ്ടായത്. നിങ്ങളെല്ലാവരും വീരപുത്രന്മാരായിട്ട് ഭവിക്കട്ടെ എന്ന് അനുഗ്രഹം കൊടുത്തു ആ കുട്ടികൾക്ക്. ഏഷവ കുശികാ വീരോ ദേവരാതസ്തമന്വിത അന്യേ ചാഷ്ടകാരീത ജയക്രതുമദാദയ. കുശികാ. ഹേ കുശികന്മാരെ. വീര ഏഷ ദേവരാത. വാ വീരനായ ഈ ദേവരാതൻ നിങ്ങളുടെ ആകുന്നു. തം അന്വിത
അവനെ അനുഗമിക്കുവിൻ. അന്യേ അഷ്ടകഹാരീത ജയക്രതുമദാദയ, അന്യന്മാരായ അഷ്ടകൻ, ഹാരീതൻ, ജയൻ, ക്രതുമാൻ മുതലായവരും. പിന്നെയും പറയണു വിശ്വാമിത്ര മഹർഷി, ഹേ കുശിക വംശജന്മാരായ പുത്രന്മാരെ, വീരനായ ഈ ദേവരാജനും നിങ്ങളുടെ വംശജാതനാണെന്ന് വിചാരിച്ച് നിങ്ങൾ അവനെ അനുഗമിച്ചുകൊള്ളു. അദ്ദേഹത്തിന്റെ അനുജന്മാര് തന്നെയാണ്, നിങ്ങൾ അദ്ദേഹത്തിനെ അനുഗമിച്ചോളൂ. എന്തുകൊണ്ടെന്നാൽ വീരനായ ഇവൻ എന്റെ പുത്രനായിട്ട് ഞാൻ അംഗീകരിച്ചതാണ്, അതുകൊണ്ട് നിങ്ങളുടെ ജ്യേഷ്ഠൻ തന്നെയാണ്. പിന്നെ അഷ്ടകൻ, ഹാരീതൻ, ജയൻ, ക്രതുമ മുതലായ വേറെ കുറച്ച് പേരും കൂടി വിശ്വാമിത്ര പുത്രന്മാരായിട്ട് ഭവിച്ചു എന്ന് പറയുന്നുണ്ട്. ഇതേപോലെ ശൂന്യസേവനെ പോലെ അദ്ദേഹം ദത്തെടുത്ത പുത്രന്മാര് വേറെ ഉണ്ട്. ഏവം കൗശികഗോത്രം തു വൈശ്വാമിത്രൈ പൃഥഗ്വിധം പ്രവരാന്തരമാപന്നം തദ്ധി ചൈവം വികൽപ്പിതം. ഏവം ഇപ്രകാരം കൗശികഗോത്രം തു കൗശികഗോത്രമാകട്ടെ വൈശ്വാമിത്രൈഹി വിശ്വാമിത്രപുത്രന്മാരാൽ പൃഥഗ്വിധം നാനാപ്രകാരമായി ഭവിച്ചു. അത് പ്രവരാന്തരം ആപന്നം പ്രവരാന്തരത്തെ പ്രാപിച്ചതായിട്ട് വികൽപ്പിതം വിശേഷേണ കൽപ്പിക്കപ്പെട്ടു. ഇങ്ങനെ വിശ്വാമിത്രൻ പുത്രന്മാരിൽ ചിലരെ ശപിച്ചു, വേറെ ചിലരെ അനുഗ്രഹിച്ചു, മറ്റു ചിലരെ പുത്രത്വേന സ്വീകരിച്ചു. ഇങ്ങനെ കൗശിക വംശം പലതരത്തിലായിട്ട് അങ്ങോട്ട് ഭവിച്ചു, ബഹുപ്രകാരമായിട്ട് ഭവിച്ചു. എന്തുകൊണ്ടെന്നാൽ ദേവരാജനെ ആ വംശത്തിലെ അധിപനായിട്ട് കൽപ്പിച്ചത് കൊണ്ട് കൗശികന്മാർ ദേവരാജ പ്രധാനികളായിട്ട് ഭവിച്ചു. അപ്പൊ ദേവരാജനാണല്ലോ ഏറ്റവും മൂത്ത പുത്രൻ. അപ്പൊ ദേവരാജ പ്രധാനികളായിട്ട് ഭവിച്ചു ആ കൗശിക വംശം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ ഷോഡശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഈ 16ാമത്തെ അധ്യായം ശ്രീഹരിയുടെ ശ്രീപാദത്തില് സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.